ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെൽബൺ ടോക്കീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജാൻ 26-നാണ്. ഇവിടെ ഓസ്ട്രേലിയ ഡേ ആയതുകൊണ്ട് തന്നെ പബ്ലിക് ഹോളിഡേ ആണ്. ഇന്ത്യയിലെല്ലാവരും റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസവുമാണ്. അപ്പം ഹാപ്പി റിപ്പബ്ലിക് ഡേ ടു ഓൾ മൈ വ്യൂവേഴ്സ്. കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. യുവർ സപ്പോർട്ട് മീൻസ് എ ലോട്ട് ടു മീ. നമ്മുടെ ഈ ചാനലിന് കുറച്ച് ഉദ്ദേശങ്ങളേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാവുന്ന ഇൻഫർമേഷനൊക്കെ എല്ലാവരുമായിട്ട് പങ്കുവെക്കുക. മറ്റൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതി ഒക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഐ മീൻ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുക. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാർക്കിലാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുമായിരിക്കും. അപ്പം ഞാൻ കരുതി ഈ ഒരു പാർക്കിൻ്റെ ഭംഗി എല്ലാവരിലേക്കും എത്തിക്കാം. അതിനൊപ്പം തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് ഓസ്ട്രേലിയയിലെ PR കാറ്റഗറീസിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് പോയായിരുന്നു ഇവിടുത്തെ PRൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആണുള്ളതെന്നും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഫേസ് കണ്ട് നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ ഓർത്തു കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടം തന്നെ ഇവിടുത്തെ കുറച്ച് പ്രകൃതിയും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫോളോ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് താമസിക്കാതെ നേരെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ പാർക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒത്തിരി ഫെസിലിറ്റീസ്, അതായത് ഈ പാർക്കൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നടക്കാൻ വരാനും, അതുപോലെ തന്നെ അവരുടെ ഡോഗ്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഡോഗ് വാക്കിങ്ങിന് കൊണ്ടുവരാനും അങ്ങനത്തുള്ള എല്ലാം ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ കറക്റ്റായിട്ട് നടപ്പാതയും അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാസൊക്കെ ആണെങ്കിലും വളരെ ട്രിം ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് പേര് വന്ന് പിക്നിക്കിന് വേണ്ടിയിട്ടും, അതായത് ഒരു റഗ്ഗൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇരുന്ന് അവർ വീട്ടിൽ നിന്ന് ഭക്ഷണം ഒക്കെ കൊണ്ടുവന്ന് അവരിരുന്ന് എൻജോയ് ചെയ്യാറുണ്ട്. ഈ പാർക്കിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ പോണ്ടും ഉണ്ട്. അതിൽ കുറേ താറാവിൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് വളരെ ഭംഗിയാണ്. ഈ ഒരു നമ്മൾ നടക്കാനൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ച് നമുക്ക് നടക്കാൻ പറ്റുന്നത് വളരെ നമുക്ക് മനസ്സിന് കുളിർമയേകുന്ന ഒരു അനുഭവമാണ്. അപ്പം നമ്മുടെ ഈ ചാനലിലെ വ്യൂവേഴ്സിനോട് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ നമ്മളെല്ലാവരും ഒരുപാട് തിരക്കുകൾ നമുക്കുള്ളതാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെല്ലാം നമുക്ക് ഇപ്പോൾ ചെയ്യുന്നതിനെക്കാട്ടിലും കുറേ കൂടെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ നടപ്പാതകളും പാർക്കും അതിനോട് അനുബന്ധിച്ച ഫെസിലിറ്റീസ് എല്ലാം ഇവിടുത്തെ ഗവൺമെൻറ്, അതായത് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൗൺസിലുകളിലൂടെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതെല്ലാം അവർ വളരെ ഭംഗിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. എല്ലാ ദിവസവും കൗൺസിലിൻ്റെ സ്റ്റാഫ് വന്നിട്ട് ഇവിടുത്തെ പബ്ലിക് പ്ലേസുകളെല്ലാം ക്ലീൻ ചെയ്യാറുണ്ട്. അതുവഴി അവർ നല്ലൊരു ഹൈജീനാണ് അവർ എൻഷുർ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ഏത് സമയത്ത് വന്നാലും നമുക്ക് അത്രയും ക്ലീനായിട്ടാണ് ഈ സ്ഥലങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കാണുമ്പോൾ വളരെ നമുക്കൊരു അഭിമാനമാണ്. അതായത് ഈ രാജ്യത്ത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ടാക്സ് മണിയും കൊണ്ട് അവർ ഇതുപോലെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് തരുന്നുണ്ട് അവർ. ഇപ്പം ഞാൻ വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിക്കാം, ഇവിടെ കുറേ അധികം ഫെസിലിറ്റീസ് ഈ പാർക്കിലുണ്ട്. ഇപ്പം പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ദൂരെ കാണുന്നുണ്ടായിരിക്കും, പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലേ ഏരിയകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഷെഡും അതുപോലെ തന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള ഫെസിലിറ്റീസ്. ബാർബിക്യൂ വേറൊരു പ്രത്യേകതയാണ്. ലോകത്ത് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ മാത്രമാണ് പബ്ലിക് ബാർബിക്യൂസ് ഉള്ളത്. അതായത് ഗവൺമെൻറ് ഫണ്ട് ചെയ്ത, അതായത് അവിടുത്തെ ഗ്യാസും മീൻസ് കുക്കിംഗ് സ്റ്റൗ എല്ലാം ഗവൺമെൻറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആർക്ക് വേണേലും ബുക്കിംഗ് ഒന്നും ഇല്ലാതെ വന്ന് ആ ബാർബിക്യൂ അവൈലബിൾ ആണെങ്കിൽ അവർക്ക് ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങളും ഫ്രണ്ട്സുമായിട്ട് 1-2 തവണയൊക്കെ ആ ഒരു ഫെസിലിറ്റി ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലതാണ്. അതായത് ഈവനിങ്സിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് ജസ്റ്റ് ഫുഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബാർബിക്യൂ എല്ലാം യൂസ് ചെയ്ത് അവസാനം അത് ക്ലീൻ ചെയ്തിട്ടിട്ട് പോയാൽ മതി. എന്നിട്ട് അടുത്ത ദിവസം കൗൺസിലിലെ ആൾക്കാർ വന്നിട്ട് അത് ഒന്നും കൂടെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതാണ്. ഈ പാർക്കിൽ തന്നെ ഒരു ഏരിയ അവർ ഗ്രില്ലൊക്കെ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പട്ടികളുമായിട്ട് വരുന്നവർക്ക് ലീഷ് ഊരിയിട്ട് ആ ഡോഗ്സിനെ വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് അല്ലാത്ത ഏരിയയിലും പട്ടികളെ അവർ തുറന്ന് വിടും. പക്ഷേ ഇച്ചിരി അഗ്രസീവായിട്ടുള്ള ഡോഗ്സൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ഏരിയ തന്നെ അവർ വെച്ചിട്ടുണ്ട് ഈ പാർക്കിൽ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശത്തിലേക്ക് കിടക്കാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഒത്തിരി പേര് പറയുന്നത്, അതായത് PR കിട്ടാൻ പാടാണ്, PRന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരുന്നില്ല, അല്ലെ PR കിട്ടി. പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് PR ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. അതായത് വിസയുടെ കാറ്റഗറീസ് ഒരുപാടുണ്ട് ഒരാൾക്ക് PR കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കരുതി ഒരാൾ ഈ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് PR കാറ്റഗറീസ് അറിഞ്ഞിരിക്കാൻ. അപ്പം ഓരോ പ്രൊഫഷൻ അനുസരിച്ചും ഓരോരുത്തരുടെ സ്റ്റേറ്റ് അനുസരിച്ചും അവർ അപ്ലൈ ചെയ്യുന്ന കാറ്റഗറീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അപ്ലൈ ചെയ്തത് 190 കാറ്റഗറിയിലാണ്. അതായത് 190 വിസ എന്ന് പറയും. 190 വിസ എന്ന് പറയുന്നത് സ്കിൽഡ് വിസയാണ്. ആ സ്കിൽഡ് വിസ നമ്മൾ സെൽഫ് നോമിനേറ്റ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് കോട്ടയിൽ. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ PRന് പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റമാണ്. അപ്പം നമുക്ക് പോയിൻ്റ് ത്രഷോൾഡ് ഉണ്ട്. ആ പോയിൻറ്റ്സിനെ കുറിച്ച് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പം നമുക്ക് ആ നിശ്ചിത പോയിൻറ്റ്സ് നമ്മൾ സെക്യൂർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിയിൽ നമ്മുടെ വിസ അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം അതിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കാറ്റഗറീസാണ് 190 കാറ്റഗറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി ആണ് 189 വിസ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വിസ കാറ്റഗറീസാണ് ജനറലി ഒത്തിരി ആൾക്കാർ എടുക്കുന്ന 2 പാത്വേസ്. അപ്പം ഈ പാത്വേസ് നമുക്ക് ഓൺഷോറായിട്ടും അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഓസ്ട്രേലിയയിൽ ഇല്ലാത്ത വ്യക്തികൾ ഓഫ്ഷോറായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് ഈ വിസ സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തിക്ക് ഈ വിസയിലേക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് അവർക്ക് സ്കിൽ അസസ്മെൻറ്റ് പാസ് ചെയ്യണമെന്നുണ്ട്. സ്കിൽഡ് വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞത് സ്കിൽഡ് വിസയുടെ കാറ്റഗറിയിൽ വരുന്നതാണ് 189ഉം 190 വിസയും. അപ്പം ഈ 2 കാറ്റഗറീസിലേക്ക് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം സ്കിൽ അസസ്മെൻറ്റ്
നമുക്ക് തരുന്നത് ഡിഫറെൻറ്റ് ബോഡീസാണ് ബേസ്ഡ് ഓൺ യുവർ ഒക്യുപ്പേഷൻ. അതായത് ഇപ്പം എഞ്ചിനീയർ ആണെങ്കിൽ നമുക്ക് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ബോഡിയുണ്ട്. അപ്പം അവരുടെ ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ബാച്ചിലേഴ്സ് പഠിച്ച കാര്യങ്ങളും പിന്നെ അതിൻ്റെ പ്രൊജക്ട്സ് എന്തൊക്കെ പ്രൊജക്ട്സിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ആ പ്രൊജക്ട്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഒരു CDR എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അതിനുള്ള അവർ പറയുന്ന ഫീസും കൂടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മുടെ സ്കിൽ അസസ് ചെയ്തിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അതായത് നമ്മുടെ സ്കിൽ അവർ റെക്കഗ്നൈസ് ചെയ്തെന്നും പറഞ്ഞിട്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ 2 വിസയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇപ്പം വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നേഴ്സസിൻ്റെ കേസ്. ഇപ്പോൾ ഒരുപാട് നേഴ്സസ് നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ സ്കിൽ അസസ് ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത് ആഫ്ര ബോഡിയാണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം കൊമേഴ്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുന്നത് CPA ഇവിടെ പോലത്തുള്ള ഓർഗനൈസേഷനിലാണ്. അപ്പം നമ്മൾ ഏത് പ്രൊഫഷനിലാണോ അതാത് പ്രൊഫഷനിലെ ഗവേണിംഗ് ബോഡീസിലെടുക്കുകയാണ് നമ്മൾ ആ ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്തിട്ട് അവരുടെ ക്രൈറ്റീരിയാസും ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ആ ക്രൈറ്റീരിയാസിലേക്ക് ഒരുപാട് നമ്മൾ പോയിട്ട് കാര്യമില്ല. അതാത് പ്രൊഫഷനിലുള്ളവരുടെ ആ സ്കിൽ അസസ് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആണ്. അതാത് ബോഡീസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇവിടുത്തെ മറ്റ് സൗകര്യങ്ങളിൽ ഉൾപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ടെന്നീസ് കോർട്ടുകൾ, അതുപോലെ തന്നെ ബാസ്ക്കറ്റ്ബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട് എല്ലാം ഗവൺമെൻറ് തന്നെ ഈ പാർക്കിനോട് അനുബന്ധിച്ച് തന്നെ അവർ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുമെല്ലാം പബ്ലിക്കിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. നമുക്കൊന്നും പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കാതെ നമുക്ക് ഈ കോർട്ടുകളിൽ ഏതെങ്കിലും ഒഴിവുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് അതാത് സ്പോർട്ട് നമുക്ക് കളിക്കാവുന്നതാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വിസ കാറ്റഗറി എന്ന് പറയുന്നത് 186 വിസയാണ്. 186 വിസ എന്ന് പറയുന്നത് എംപ്ലോയർ സ്പോൺസേർഡ് വിസയാണ്. അതായത് നമുക്ക് വിദേശത്തു നിന്നാണേലും അല്ലെങ്കിൽ നമ്മളിവിടെ ഉള്ളവർക്കാണേലും എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്യുവാണെങ്കിൽ, അതായത് അവർ ഇൻ്റർവ്യൂ നടത്തി നമ്മുടെ സ്കില്ല് അവർക്ക് ബോധ്യപ്പെട്ട് അവർ ഇൻ്റർവ്യൂ നടത്തി നമുക്കൊരു ജോബ് ഓഫർ തരുവാണെങ്കിൽ ആ ജോബ് ഓഫർ വെച്ചിട്ട് ആ എംപ്ലോയറിന് നമ്മളെ സ്പോൺസർ ചെയ്യാൻ പറ്റും. അവർക്ക് ഇവിടുത്തെ ഇമിഗ്രേഷനോട് പറയാം, അതായത് ഈ വ്യക്തി ഈ ജോലിക്ക് സൂട്ടബിൾ ആണ്, ആ വ്യക്തിയെ ഞങ്ങൾ സ്പോൺസർ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാത്വയാണ്. അപ്പം സാധാരണഗതിയിൽ ഡയറക്റ്റ് 186 കൊടുക്കാറില്ല. അത് 2 സ്റ്റേജായിട്ടാണ് തരുന്നത്. അതായത് 482 വിസ എന്ന് പറയുന്നത് ടെമ്പററി വിസയാണ്. ആ ടെമ്പററി വിസ ആദ്യം ചിലപ്പോൾ അത് 2 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും. ആ 2 വർഷം ആ എംപ്ലോയർ ഈ പറയുന്ന വ്യക്തിയെ സ്പോൺസർ ചെയ്ത് എംപ്ലോയ്മെൻറ്റ് കൊടുക്കും. എന്നിട്ട് ബൈ ദി എൻഡ് ഓഫ് ദ 2 years ദേ വിൽ കൺവേർട്ട് ദാറ്റ് വിസ ഇൻ ടു 186. 186 എന്ന് പറയുന്ന ഒരു PR വിസയാണ്. നേഴ്സുമാരുടെയൊക്കെ കേസിൽ യൂഷ്വലി 186 അവർക്ക് ഡയറക്റ്റ്ലി കൊടുക്കാറുണ്ട് എംപ്ലോയർ, അതായത് ഹോസ്പിറ്റൽസ്. കാരണം ഓസ്ട്രേലിയയെ സംബന്ധിച്ച് നേഴ്സുമാർ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഒരുപാട് വേക്കൻസീസ് ഇവിടെ ഉണ്ട്. അപ്പം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ, എസ്പെഷ്യലി UK, അയർലൻഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരവിടെ ഓൾറെഡി വേറൊരു അബ്രോഡായിട്ടുള്ള ഒരു കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻ്റർവ്യൂ ചെയ്ത് അവർക്ക് ആ ജോലി കൊടുക്കുകയാണെങ്കിൽ അലോങ് വിത്ത് 186 വിസ, അതായത് PR കൂടിയാണ് അവരെ എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്നത്. അപ്പം അതിന് വരുന്ന കുറച്ച് എക്സ്പെൻസസും ആ എംപ്ലോയർ തന്നെ, അതായത് ഹോസ്പിറ്റൽസ് തന്നെ കവർ ചെയ്യാറുണ്ട്. ബട്ട് ഇൻ അതർ കേസസ് ലൈക്ക് IT ഫേംസ് ആണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് റോൾസൊക്കെ ആണെങ്കിൽ യൂഷ്വലി ഇത് 186 ഡയറക്റ്റ്ലി കൊടുക്കാറില്ല. അതിന് പകരം ഞാൻ മെൻഷൻ ചെയ്തതുപോലെ 482 വിസ ആദ്യം കൊടുത്ത്, 482 എന്ന് പറയുന്ന വിസ ഒരു ടെമ്പററി വിസയാണ്, അത് 2 years വിസയാണ്. അപ്പം 2 years വിസ കൊടുത്തിട്ട് ആ 2 years ഈ എംപ്ലോയി അവർക്ക് ഉറപ്പ് കൊടുക്കുവാണ്, അതായത് ഈ എംപ്ലോയി സ്റ്റിക്ക് ഓൺ ചെയ്യും, അത് നല്ലൊരു എംപ്ലോയി ആണെന്ന് അവർക്ക് ഉറപ്പ് വന്നതിന് ശേഷം അവർ 186 സ്പോൺസർ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ 3 വിസേനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, 189, 190 ആൻഡ് 186 വിസ. അതിനോടൊപ്പം തന്നെ വേറെ നമ്മൾ ഒരു ടെമ്പററി വിസ ഡിസ്കസ് ചെയ്തു, 482 വിസ, വിച്ച്
ഇവൻച്വലി കൺവേർട്ട്സ് ഇൻ ടു 186. ആൻഡ് അതുപോലെ തന്നെ വേറൊരു ക്രൈറ്റീരിയയും കൂടെ ഉണ്ട്, 489 വിസ എന്ന് പറയും. അതും ഒരു ടെമ്പററി വിസയാണ്. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് 2 years ഈ 489 വിസയിൽ നമ്മൾ 4 ഇയറിൻ്റെ കോൺട്രാക്റ്റാണ്. അപ്പം 4 ഇയറിൻ്റെ കോൺട്രാക്റ്റ് ആകുമ്പോഴത്തേക്ക് 4 വർഷം ഈ എംപ്ലോയി ഈ വിസയിൽ യൂഷ്വലി സ്റ്റിക്ക് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ അവർ ആ പെർമനൻറ്റ് പാത്വേ ആയിട്ടുള്ള പെർമനൻറ്റ് വിസയിലേക്ക് മാറത്തുള്ളൂ, 186ലേക്ക്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയയിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല. അപ്പം അതും ഒരു ടൈപ്പ് ഓഫ് വിസയാണ്. ഇനിയും വേറൊരു എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ ഇച്ചിരിയും കൂടെ പി ആറിൻ്റെ പ്രോസസ്സിങ് ഇച്ചിരിയും കൂടെ എളുപ്പമാകുന്ന ഒരു വിസ എന്ന് പറയുന്നത് 491 വിസയാണ്. 491 എന്ന് പറയുന്ന ഒരു ടെമ്പററി വിസയാണ്. ബട്ട് അഗെയിൻ അതൊരു കണ്ടീഷണൽ പി ആറും കൂടാണ്. അതൊരു 5 ഇയർ വിസയാണ്. അപ്പം 491 എന്ന് പറയുന്നത് യൂഷ്വലി റീജിയണൽ ഏരിയാസിലേക്കാണ് അത് അവർ കൊടുക്കുന്നത്. അപ്പം നമുക്കറിയാം മെൽബൺ ആയിക്കോട്ടെ, സിഡ്നി ആയിക്കോട്ടെ, കാൻബറ, അതൊക്കെ റീജിയണൽ ഏരിയ, അതൊക്കെ മെട്രോ ഏരിയാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ റീജിയണൽ ഏരിയാസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇപ്പം അഡ്ലേഡ്, അതുപോലെ തന്നെ പെർത്ത്, അങ്ങനത്തുള്ള ഏരിയാസൊക്കെ റീജിയണൽ ഏരിയ. ഇനിയും ഈ വിക്ടോറിയയ്ക്കുള്ളിൽ തന്നെ ഈ മെൽബൺ CBDയുടെ ചുറ്റുവട്ടത്തുള്ള ഏരിയ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഏരിയ എല്ലാം റീജിയണൽ ഏരിയ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സിഡ്നിയിലും ബാക്കിയുള്ള ബ്രിസ്ബെയിനിലും എല്ലായിടത്തും റീജിയണൽ ഏരിയാസ് ഉണ്ട്. അപ്പം ഈ ഏരിയയിൽ നിങ്ങൾ താമസിക്കുകയും ആ റീജിയണൽ ഏരിയയിൽ തന്നെ നിങ്ങൾക്കൊരു ജോലിയും കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് ഇൻകം ത്രഷോൾഡും കാര്യങ്ങളും ഒക്കെ കുറച്ചധികം ക്രൈറ്റീരിയാസ് ഉണ്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ. ഈ പറയുന്ന കാറ്റഗറീസ് ഈ ക്രൈറ്റീരിയ എല്ലാം നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ അപ്ലൈ ഫോർ എ 491 വിസ. 491 വിസ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 years, ഒരു 5 ഇയർ വിസയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ 5 ഇയർ ടെമ്പററി വിസയാണ്. 3 years ഈ വിസയിൽ തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓരോ വർഷവും ഇത്ര മിനിമം ഇൻകം വേണമെന്നുണ്ട്. ആ ഓരോ വർഷത്തിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള ഇതുണ്ട്. നിങ്ങൾ റീജിയണൽ ഏരിയയിൽ തന്നെ താമസിക്കണമെന്നുള്ള നിബന്ധനയുണ്ട്. അപ്പോൾ ഈ 3-4 നിബന്ധനകൾ അതിനകത്തുണ്ട്. കാരണം അവർക്ക് റീജിയണൽ ഏരിയയിലേക്ക് കൂടുതൽ ആൾക്കാരെ വിന്യസിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ 491 വിസ പുഷ് ചെയ്യുന്നത്. അപ്പം അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-ാമത്തെ വർഷം കഴിയുമ്പം നിങ്ങൾക്ക് അത് PR നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. യു വിൽ ബി എലിജിബിൾ ടു അപ്ലൈ ഫോർ എ PR. പിന്നെ അതിനുവേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ എക്സ്ട്രാ ഫീസൊന്നും അടയ്ക്കേണ്ട. നിങ്ങൾ 491 വിസയുടെ ഫീസ് അടയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ആ സമയത്ത് ചിലപ്പോൾ അവർ വല്ലതും പോലീസ് ചെക്കോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇൻകം സാറ്റിസ്ഫൈഡ് ചെയ്തെന്നുള്ളതിൻ്റെ പ്രൂഫും എംപ്ലോയ്മെൻറ്റ് ലെറ്ററും ഒക്കെ ആ സമയത്ത് PRന് വേണ്ടിയിട്ട് ചോദിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 491 വിസ കമ്പയർഡ് ടു ദി അതർ 189 ആയിക്കോട്ടെ, 190 ആയിക്കോട്ടെ, 186 ആയിക്കോട്ടെ കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇപ്പം എക്സ്പെഷ്യലി ഫോർ ദ പീപ്പിൾ ഹു ആർ അപ്ലൈയിങ് ഫ്രം ഓഫ് ഷോർ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ ഡയറക്റ്റ് PRന് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇഫ് ദേ ഫീൽ ദാറ്റ് ദേ ആർ എലിജിബിൾ, ഇഫ് ദേ ഫീൽ ദാറ്റ് ദേ ഹാവ് ദ സ്കിൽ, ഇതും ഒരു സ്കിൽഡ് വിസയാണ്. അപ്പം അഗെയിൻ അവർ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കിൽ അസസ്മെൻറ്റ് പാസ്സായി കിട്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏജിൻ്റെ പോയിൻറ്സും നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ പോയിൻറ്സും സ്കിൽ അസസ്മെൻറ്റിൻ്റെ പോയിൻറ്സും പിന്നെ വേറെ എന്തെങ്കിലും ലാംഗ്വേജിൻ്റെ പോയിൻറ്റ്സ്, അതായത് IELTS അല്ലെങ്കിൽ PTEയുടെ പോയിൻറ്സും എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾക്കൊരു മിനിമം പോയിൻറ്റ്സ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ, അതല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ചിലപ്പം ഗൾഫ് ഏരിയാസിലായിരിക്കും, അല്ലെങ്കിൽ ബഹ്റിൻ, ദുബായ് പോലത്തെ ഏരിയയിലൊക്കെ ആണെങ്കിലും ആ ജോലിയിൽ തുടർന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് ഒരു 491 വിസയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിടാം. അതിൻ്റെ പ്രോസസ്സിങ് ടൈം ഒരു 6 months to 1 year എടുക്കേക്കാം. പക്ഷേ ഇപ്പം ഒത്തിരി നമുക്ക് ഈ റീജിയണൽ ഏരിയാസിലേക്കുള്ള വിസയ്ക്ക് ഇച്ചിരിയും കൂടെ ഊന്നൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ബാർബിക്യൂ ഫെസിലിറ്റിയാണ് ഈ ഒരു പാർക്കിലുള്ളത്. അതായത് ഇതാണ് സ്റ്റൗവും ഇതിൻ്റെ അടിയിൽ ഗ്യാസ് കണക്ഷനും എല്ലാം ഉണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ ഇത് ടേൺ ഓൺ ചെയ്ത് ലിറ്റപ്പ് ചെയ്താൽ മാത്രം മതി. ഇതിനകത്ത് എല്ലാം പ്രൊവൈഡഡ് ആണ്. അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും പിന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്വിങ്സും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതെല്ലാം വളരെ നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പം നമുക്ക് പേടി കൂടാതെ നമ്മുടെ പിള്ളേരെയൊക്കെ നമുക്ക് ഇതിനകത്ത് വിടാം. അതായത് ഒന്നിനും ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ കിഡ്സൊക്കെ കളിച്ച് എന്തെങ്കിലും കാല് തെറ്റി വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാലും അധികം ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ സോഫ്റ്റായിട്ടുള്ള ഫ്ലോറിംഗ് ആണ് ഈ സ്വിങ്സിനൊക്കെ
താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വളരെ ഒരു എന്താ പറയുന്നത്, ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്ന മെറ്റീരിയലാണ്. എക്സാക്ട് മെറ്റീരിയൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പം നമ്മൾ കാലും കൊണ്ടൊക്കെ ഞെക്കി കഴിഞ്ഞാൽ ഒരു ഞെക്ക് കൊള്ളുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പം ഇതൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആണ്. ഈ ഒരു കൺട്രിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ വളരുന്ന കിഡ്സിനൊക്കെ ഈ ഇങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ കിട്ടുന്നതും. അതുപോലെ തന്നെ പേരൻസിനെ സംബന്ധിച്ചും ഒരുപാട് നല്ലതാണ്. അപ്പോൾ അവർക്കും ഒരു എന്താ പറയുന്ന ഒരു ബ്രേക്ക് വേണമെങ്കിൽ അവർക്ക് ഇങ്ങോട്ടേക്ക് വന്ന് പിള്ളേരെയൊക്കെ ഒന്ന് കളിക്കാനൊക്കെ വിട്ടിട്ട് അവർക്ക് റിലാക്സ് ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് ഇവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കൗൺസിലും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ പാർക്കിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. PR-ൻ്റെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ടെങ്കിലും നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ എൻ്റെ ആകുന്ന കുറച്ച് ഓൾമോസ്റ്റ് ഒരു 5 ഇമ്പോർട്ടൻറ്റ് കാറ്റഗറീസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനിയും ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹോം അഫെയർസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട്. എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. And thanks a lot. Thanks for watching.